അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഴുത്ത ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ഏത്തപ്പഴം വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പലഹാരം, അതായത് നല്ല അടിപൊളി ഒരു പഴംപൊരി എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഐഡിയ. അപ്പൊ പഴം പഴുത്തു പോയി തൊലി കറുത്തു പോയി എന്നൊക്കെ വിചാരിച്ച് പഴം എടുത്ത് കളയണ്ട. പഴം നല്ലപോലെ പഴുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്, പഴംപൊരിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേ നമുക്ക് ആദ്യം പഴം റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്കിത് മുക്കിയെടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. 2 ചെറിയ കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇച്ചിരി ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഒരു ഇച്ചിരി അരിപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എത്ര പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത്ര അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കളർ കൊടുക്കണമല്ലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം നമ്മുടെ ഒരു ചെറിയൊരു മഞ്ഞ കളർ വരുമല്ലോ. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷനല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർച്ചാൽ മതി. സ്വല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇച്ചിരി പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ടുണ്ട്. നമ്മൾ പഴം നല്ലതായിട്ട് പഴുത്തതാണ്, അപ്പോൾ അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല. എന്നാലും നമ്മളൊരു 1 സ്പൂണല്ല 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം ഈ ഒത്തിരി മധുരം നമുക്ക് ഒത്തിരി മധുരം വേണമെങ്കിൽ കൂടുതലിടുക. ഇനി നമുക്ക് ഈ ടേസ്റ്റ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ് പൊടി. അപ്പം അത്രയും നമ്മുടെ ബാറ്ററിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്, ഒത്തിരി കട്ടിയാവല്ലേ. ആ ഒരു പരുവത്തിൽ നല്ല കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മറ്റേ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യം പോലെ കൈ വെച്ചെങ്കിൽ കൈ വെച്ച്, സ്പൂൺ വെച്ചെങ്കിൽ സ്പൂൺ വെച്ച്. പക്ഷെ കട്ട ഉണ്ടാവില്ല, ഒരുപാട് നീണ്ടു പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. നീണ്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം ഇതിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ കോട്ടിങ് കുറവായിരിക്കും. കട്ടി കൂടി കഴിഞ്ഞാൽ ഒത്തിരി ആയിരിക്കും അതിന്റെ കോട്ടിങ് വരുന്നത്. അപ്പം നമ്മുടെ അകം ഒന്നും വേഗത്തില്ല, അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ അതൊരു മീഡിയം പരുവത്തിൽ നമ്മളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോഴേ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് സോഫ്റ്റ് ആകും. അപ്പോൾ അത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ ഈ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണം കുറച്ച് ഭംഗിക്ക് വേണം കുറച്ച് കറുത്ത എള്ളോ ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പഴംപൊരി പോലെ നമുക്ക് സെയിം ടേസ്റ്റ് ആയിരിക്കും. അതെ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം. ഈ പഴം ആദ്യം നമ്മൾ എടുത്തിട്ട് ഇതിന്റെ ഈ രണ്ടറ്റവും ഞെട്ടിന്റെ സൈഡും ഈ സൈഡും ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയണം. അതായത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് പഴത്തിന്റെ വലിപ്പം അനുസരിച്ച് 3-4 ഒക്കെ ആയിട്ട് സ്ലൈസ് ചെയ്ത് നമുക്ക് പഴത്തിന്റെ വലുപ്പം നമ്മുടെ ഉപയോഗിക്കുന്ന ചട്ടിയുടെ വലുപ്പവും ഇതൊക്കെ വരും. കാരണം ഇത് അതിനകത്ത് കിടക്കണമല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം കളഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെക്കുക. പാത്രം സിമ്പിൾ അടിച്ചതാ, ഇടയ്ക്കൊരു സിമ്പിളും നമ്മുടെ പഴം ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ഒന്ന് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴത്തിന്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി അത് സ്ലൈസ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു പരിപാടിയുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റൗ അങ്ങ് കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ചീനച്ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം വലിപ്പമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല അടിപൊളി കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലോ കുക്കിംഗ് ഓയിലോ എന്ത് എണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇനിയും നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണേലും വറുത്തെടുക്കാം.
ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഇപ്പം പഴം അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 2 പീസാക്കിയിട്ടാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. 2 പീസ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് 3ആയിട്ട് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ 2ആയിട്ട് സ്ലൈസ് ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി നമുക്കൊരു കട്ടി വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ ഇങ്ങനെ 2ആക്കി വേണേലും ഇടാം. ഇത് നമുക്ക് വേണം 3ആക്കാം, അത് കട്ടി കൂടുതൽ. അതെ. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന പഴത്തിന്റെ അനുസരിച്ചിട്ട് നമുക്ക്. ഇത് അത്യാവശ്യം നല്ലപോലെ പഴുത്ത പഴമാണ്, നല്ല ടേസ്റ്റ് വരും. നല്ല പഴുത്ത പഴമാണ്. കാര്യം നല്ലപോലെ പഴുത്ത അല്ലെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ട് വേണം നമുക്ക് പഴംപൊരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഏകദേശം നമുക്ക് ഇത്ര എണ്ണ മതിയാവും, കുഴപ്പമില്ല. ഇച്ചിരി ഒഴിച്ചല്ലേ, ഇച്ചിരി ഒഴിക്കല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. ഓക്കെ. അപ്പം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാകണം. അപ്പം ചൂടായിട്ട് വേണം നമുക്ക് മാവിൽ ഇതിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണയിൽ കുളിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ആണല്ലോ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഈ കലക്കി വെച്ച മാവിൽ നിന്ന് ഒരു 1-2 തുള്ളി നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ പെട്ടെന്ന് താഴെ പോയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇപ്പോൾ റെഡിയാണ്, ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചേക്കാം, ഒത്തിരി കുറയ്ക്കേണ്ട, ഒരു മീഡിയത്തിൽ. അതിന് നമുക്ക് ലവന്മാരെ കുളിപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. വാ ഇതിങ്ങോട്ട് നമുക്ക് അത് കോരിക്കളയല്ലേ. അതെ, കരിഞ്ഞു പോകുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ഇട്ട് വെച്ചു, എന്നിട്ട് ഉണ്ടോ ഇങ്ങനെ പിടിച്ച് ആ നടുക്കോട്ടൊക്കെ. അതൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ഒരു വശം അനുസരിച്ചിട്ട് അങ്ങ് ഇടുക. ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്കത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ആവരുത്, കാരണം ഇത് എല്ലാം കൂടെ ഒത്തിരി ആയി കഴിഞ്ഞാൽ അത് വേഗാനും ഇത് വരും. അപ്പോൾ നമുക്കൊരു 3-4 പീസ്, അത് ഓരോരുത്തരുടെ ഈ അനുസരിച്ച് നമുക്ക് അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം, കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 3 പീസ് ഇടുന്നുണ്ട്. അപ്പം നമ്മളതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അകം വേഗത്തില്ല, പുറം അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിം ആണെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ എണ്ണ കുടിക്കും. എണ്ണ ഒരുപാട് അങ്ങ് ഇതിലോട്ട് പിടിക്കുക, അത് ശരിയാണ്, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരുന്നുണ്ട്, നല്ല കൊമളയൊക്കെ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ നമുക്ക് ഇവനെ ഏകദേശം മറിച്ചിടാനായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഈ മറിച്ചിടുമ്പോഴും സൂക്ഷിച്ചോണം. നമ്മൾ വലിയ എണ്ണയിൽ വറുക്കുന്ന പരിചയമൊന്നും ഇല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം മറിച്ചിടുക. ഒന്നും ഇപ്പം നമ്മൾ ഇട്ടപ്പം ഇതിൻ്റെ അകത്ത് നടുക്ക് കിടക്കുന്നത് ഇച്ചിരി ഒരു അടിക്ക് പിടിച്ച പോലെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇട്ടതാണ്, അത് കഴിഞ്ഞിട്ട് പിന്നാണ് നമ്മൾ മറ്റേ 2 ഇട്ടത്. അപ്പം അതിൻ്റെ ഒരു ടൈം വ്യത്യാസത്തിൽ അത് ചെറുതായിട്ട് വന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ്, പക്ഷേ അവിടെ ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും വരത്തില്ല. അവിടെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, ചെറിയ ബ്രൗൺ ഷെയ്ഡ് കൂടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഈ സൈഡും കൂടെ വെന്തിട്ട് ഇനി കോരി എടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. അതെ, വളരെ വേഗം തന്നെ നമുക്ക് ചെയ്യാവുന്ന, ചായ വെക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഏത്തക്കാപ്പം എന്ന് പറയുന്നത്. ഏത്തക്കാപ്പം ചായയും എന്തായാലും നമ്മള് പരിപ്പോടയും ചായയും ഏത്തക്കാപ്പം ചായ, ഇതൊക്കെയാണ് നമ്മുടെ പഴയ നാട്ടുപുറത്തെ ചായക്കടകളിലെ ഒരു. ഇപ്പൊ പക്ഷെ അതൊക്കെ വീണ്ടും ട്രെൻഡായി വരുന്നുണ്ട്. ഒരു കാലത്ത് അതൊക്കെ വലിയ ഒരു എന്താ പറയുന്ന തീന്മേശകളിൽ നിന്നും ഒഴിവാക്കിയ ഒരു സാധനമുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും അതെല്ലാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി. നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മുഴുവൻ വറുത്തെടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേ നമ്മുടെ പഴംപൊരി സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നല്ല ചൂടുണ്ട്, ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്.
നോക്കുന്നു. ആ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ക്രിസ്പി ഫീൽ ഉണ്ട്. ശരിയാ. പിന്നെ നല്ല പഴുത്ത പഴയതുണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് സാധനം. ആ ഒരു മധുരവും അധികം മധുരം ഇല്ല, എന്നാല് ഒരു നല്ല പഴത്തിന്റെ മധുരം എല്ലാം കൂടെ ചേർന്നുള്ള സാധനമുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം ഒന്ന് കമൻ്റായിട്ട് കൂടെ ഇടുക. എല്ലാ പരിപാടിയും അങ്ങ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത നല്ല സൂപ്പർ വേറെ ഐറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പം ശരി.